എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പുതുവർഷ ഫലത്തിൽ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 10-ലും, ശനി 6-ലും, കേതു 11-ലും, രാഹു 5-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി കർമ്മസ്ഥാനത്താണ്. കർമ്മസ്ഥാനത്ത് വ്യാഴം കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ 10-ൽ പൊതുവെ തരില്ലെങ്കിലും ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് കർമ്മപുഷ്ടി അനുഭവപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യമുണ്ടാകും. നിലവിൽ തൊഴിലിൽ പ്രവേശിച്ചിരിക്കുന്നവർക്ക് പ്രമോഷനും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യവും ഈ വർഷം അനുഭവത്തിൽ വരുന്നതാണ്. കൂടാതെ കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ആ രംഗത്തൊക്കെ വലിയ പുരോഗതിയും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. സന്താന ഗുണവും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് വരുന്നത്. നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് ദശാകാലമാണ്, പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളുടെ ദശാകാലവും ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നതാണ്. ഈ രാശിക്കാർക്ക്, അതായത് തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.